അപ്പോൾ നമ്മൾ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമ്മ വൃഷാകൃതി അത്ര വരെയാണല്ലോ നമ്മൾ കഴിഞ്ഞ അതിൽ പറഞ്ഞത് അല്ലേ? അത്ര വരെയല്ലേ പറഞ്ഞത്? രുദ്രോ ബഹുശിര എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ അടുത്തത് പറയാൻ പോവാണ്, നമുക്ക് നോക്കാം. രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനി ശുചിസ്രവാ അമൃത ശാശ്വത സ്ഥാണു പരാരോഹോ മഹാതപാ. ഇതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. രുദ്ര ബഹുശിരാ ബഭ്രു വിശ്വയോനി ശുചിസ്രവാ അമൃത ശാശ്വത സ്ഥാണു വരാരോഹ മഹാതപാ. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യത്തത് രുദ്ര എന്നാണ്. രുദ്ര അത് കഴിഞ്ഞിട്ട് ബഹുശിര, അങ്ങനെയാണ് രുദ്രോ ബഹുശിര ബഭ്രു. രുദ്ര എന്നാണ് ആദ്യത്തത്. ഈ രുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമുക്ക് നോക്കാം. രുദ്ര എന്നുള്ള പേര് വരാനുള്ള കാരണം നമുക്ക് ചിലർക്കൊക്കെ അറിയണ്ടാവും എന്തുകൊണ്ടാണ് രുദ്രൻ എന്നുള്ള പേര് ശിവന് കിട്ടിയത് എന്ന് നമുക്ക് ചിലർക്കൊക്കെ അറിയണ്ടാവും. രുദ്ര രോദനം ചെയ്തത് കൊണ്ട് രുദ്രൻ എന്ന പേര് കിട്ടിയെന്ന് നമ്മൾ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. രോദനം ചെയ്തത് കൊണ്ടാണ് രുദ്രൻ എന്ന പേര്. അതായത് ആ കഥ എന്താണ് സാഹചര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും എല്ലാവരെയും കരയിക്കുന്നയാള് എന്നുള്ളൊരർത്ഥം വരാൻ വേണമെങ്കിൽ, അതായത് മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മോക്ഷം എന്നുള്ള ആ പ്രളയം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ലയം ആ വരുന്ന ആ ഒരു സമയത്ത് എല്ലാവരെയും കരയിക്കുന്നയാള് രുദ്രൻ. ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കിയവൻ എന്നുള്ള പദമാണ് കുറച്ചുകൂടി ചേരുന്നത്. പിന്നെ രുദ്രന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ശങ്കരനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ രുദ്രൻ, അപ്പോൾ ശിവനും രുദ്രനും ഒക്കെ ആ ഭഗവാൻ തന്നെ എന്നൊക്കെ പറയാം. ഏതായാലും ഐശ്വര്യത്തെ ഉണ്ടാക്കുന്ന ആള് തന്നെയാണ് ഈ രുദ്രൻ എന്നുള്ള പേര്. ആ കരയിക്കുക എന്ന് പറഞ്ഞാൽ ആ ലയിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന, നമുക്ക് ഏതൊരു ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കരച്ചിൽ എന്തായാലും ഉണ്ടാവും. ജനിക്കുന്ന സമയത്ത് കരയും. ഏതൊരു വിശേഷത്തിന്റെ സമയത്തും ഒരു ചെറിയൊരു കരച്ചിൽ ഉണ്ടാവുന്നതാണ് മംഗളകരമായിട്ടുള്ള. അത് നമുക്ക് സാമാന്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ കുട്ടികളുടെ ഓരോരോ വിഷയങ്ങൾ, അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായ വിവാഹത്തിനും ഉണ്ടാവും കരച്ചിൽ. അപ്പൊ അങ്ങനെ ഇതൊക്കെ സന്തോഷത്തിന്റെയോ എന്തായാലും ശരി, ഒരു രോദനം ആ ഒരു കാരണത്തെ ഉണ്ടാക്കുന്ന, ഒന്ന് നശിച്ചിട്ട് വേറൊന്നിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം, ആ ഘട്ടത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണ് രുദ്ര എന്നുള്ള പേര്. രുദ്ര രോദനം എന്നുള്ള അർത്ഥത്തിൽ എന്തായാലും രുദ്ര എന്നുള്ളത് പിന്നെ അകാരാന്തമായിട്ടുള്ള രൂപമാണ്. അകാരാന്തം, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചതുർത്ഥിയായിട്ടുള്ള രൂപം വരുന്നത് രുദ്രായ എന്നാണ്. അപ്പൊ രുദ്രായ നമ എന്നുള്ള രീതിയിലാണ് വരിക. രുദ്രായ നമ. രുദ്രോ. അടുത്തത് ബഹുശിര. ബഹുശിര പല തരത്തിലുള്ള തലകൾ ഉള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് ബഹുശിര എന്നുള്ള പേര്. ബഹുശിരസ്, ബഹുശിരസ് ഉള്ളയാള്. ആ പുരുഷ സൂക്തത്തിലൊക്കെ പറയുന്നില്ലേ, സഹസ്രശീരുഷ പുരുഷ. ശീരുഷം ശിരസ് തന്നെ. ആ ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കണ്ണുകളും ഒക്കെയുള്ള ആ വിരാട് പുരുഷൻ എന്നൊക്കെ പറയുന്ന അതാണ് ബഹുശിര. ധാരാളം ശിരസ് ഉള്ളയാള് എന്നർത്ഥം. അങ്ങനെ ബഹുശിര, ബഹുശിരസ്സായിട്ടുള്ള ആള്. ബഹുശിരസേ എന്നാണ് ആ വരെ. ശിരാ, ബഹുശിര എന്ന് രൂപം, സകാരാന്തായിട്ടുള്ള രൂപമാണ്. അതിൻ്റെ ചതുർത്ഥി വരുന്നത് ശിരസേ എന്നാണ്. ബഹുശിരസേ എന്ന് വരും. ബഹുശിരസേ നമ എന്ന് വരും. അപ്പോൾ ധാരാളം തലകളുള്ള ആള് എന്നുള്ള അർത്ഥം.
ഈ തലകൾ ഉണ്ടാവുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നല്ല കാഴ്ചപ്പാടുണ്ടാവും. എല്ലാ സ്ഥലത്തും അവനവൻ്റെ നോട്ടം എത്തും. അങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള ഈ നമ്മൾ ചിലരെ പറ്റിയൊക്കെ പറയാറുണ്ട്, ഒരു കാര്യത്തിൽ മാത്രമല്ല പല പല കാര്യത്തിലും ഒരേ സമയം ചിന്തയുള്ള ആള്, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ എല്ലാ തരത്തിലും ചിന്തിക്കുന്നയാള്, അതൊക്കെ ബഹുശിരസ് ആയിട്ട് പറയാൻ കഴിയും. അപ്പോ രുദ്രോ ബഹുശിരസായി. രുദ്രോ ബഹുശിരാ എന്നാണ് രൂപം വരിക. ശിരാ ശിരസൗ ശിരസ, സകാരാന്തായിട്ടുള്ള പുല്ലിംഗ രൂപമാണ് ബഹുശിരാ. ഇപ്പൊ രുദ്ര എന്നുള്ളത് രുദ്രോന്നാവും കൂടി വരുന്ന സമയത്ത്. ഇപ്പൊ രുദ്രോ ബഹുശിരാ, ശിരാ എന്നുണ്ടെങ്കിലും ആ ശിരാ എന്ന് ആ വിസർഗം ലോപിച്ചിട്ട് ഉച്ചരിക്കുക ചെയ്യാം. അടുത്തത് ബഭ്രു എന്നുള്ള രൂപമാണ്. ബഭ്രു എന്ന് പറഞ്ഞാല് ബ ഭ്രു, അക്ഷരം ശ്രദ്ധിക്കണം. ബ ഭ്രു, ഭ്രു, ബഭ്രു. ആ അക്ഷരം ശ്രദ്ധിക്കണം. ഭകാരം ഘോഷാണ്, അതിൻ്റെ കൂടെ ര് ഉ വിസർഗം. ബഭ്രു. ഇത് വിഭർത്തി എന്നൊക്കെയുള്ള അർത്ഥ ധാതുവിൽ നിന്നൊക്കെ വന്നതാണ് ബഭ്രു. വിഭർത്തി എന്ന് പറഞ്ഞാൽ ഭരിക്കുക, ധരിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പൊ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നയാള്, ലോകത്തെ മുഴുവൻ ധരിക്കുന്നയാള്, സ്വന്തം ആയിട്ട് ആ ലോകത്തെ മുഴുവൻ സ്വന്തം ശരീരവുമായിട്ടോ സ്വയം അതിനെ താങ്ങി നിർത്തുക എന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള, ഇതൊക്കെ ലോകത്തെ ഭരിക്കുക. അപ്പോൾ രാജാവ് ഭരിക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ലോകം മുഴുവൻ ഭരിക്കുന്നയാള്. അവനവന്റെ ആത്മബോധം അത് തന്നെയാണ്. ആത്മബോധം, നമ്മുടെ ശരീരം മുഴുവൻ ഭരിക്കുന്നത് നമ്മുടെ ജീവാത്മാവ് ആണല്ലോ. അതേപോലെ തന്നെ ഈ ലോകത്തിന്റെ മുഴുവൻ ജീവാത്മാവായിട്ട് വരുന്ന ബഭ്രു. അപ്പൊ അങ്ങനെ മഹത്തായിട്ടുള്ള ഒരർത്ഥമാണ് ബഭ്രു എന്നുള്ളത്. ബഭ്രു എന്നുള്ളത് ഉകാരാന്താണ്. അപ്പോൾ ബഭ്രവേ എന്നുള്ള രൂപം കിട്ടും. ബഭ്രു എന്നുള്ളത് ബഭ്രവേ, ബഭ്രു. പിന്നെ വിശ്വയോനി എന്നാണ്. വിശ്വയോനി, വിശ്വ യോനി, രണ്ട് പദങ്ങളാണ് അവിടെ ഉള്ളത്. വിശ്വ എന്നുള്ള ഒരു പദം, യോനി എന്നുള്ള പദം. വിശ്വയോനി എന്ന് കൂടിയിട്ട് വരും. വിശ്വത്തിന്റെ യോനിയായിട്ടുള്ള ആള്, അതാണ് വിശ്വയോനി. അതായത് ലോകത്തിന്റെ മുഴുവൻ ഗർഭപാത്രം ആയിട്ടുള്ള, ലോകത്തെ മുഴുവൻ പുറത്തേക്ക് എടുക്കുന്ന ആള്, ലോകത്തെ മുഴുവൻ ഉള്ളിൽ ധരിച്ചിരിക്കുന്ന, അതാണ് വിശ്വയോനി. പൂർണ്ണ കാരണമായിട്ടുള്ള ആള്, ലോകത്തിന് മുഴുവൻ പൂർണ്ണ കാരണമായിട്ടുള്ള, ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള അനുഭവങ്ങളും ലോകത്തിലുള്ളതായിട്ടുള്ള പല പല അനുഭവങ്ങളും ഉള്ളിലാണുള്ളത്, ആ ഭഗവാന്റെ ഉള്ളിലാണുള്ളത്. അവിടുന്ന് ഓരോന്നായിട്ട് പുറത്തേക്ക് നമുക്ക് വേണ്ടിയിട്ട് തരുന്നയാള്, അതാണ് വിശ്വയോനി. പല പല ചിന്തകള്, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും ഉയരുന്നത്, അതിനൊക്കെ കാരണക്കാരൻ അതാണ് വിശ്വത്തിന്റെ യോനി, വിശ്വയോനി. അത് വിശ്വയോനി എന്നുള്ളത് വിശ്വയോനയേ നമ എന്ന് വരും. ഇകാരാന്തായിട്ടുള്ള രൂപമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചതുർത്ഥി എന്ന് പറയുന്നത് വിശ്വയോനയേ. യോനി എന്നുള്ളത് യോനയേ. അപ്പൊ വിശ്വയോനയേ നമ എന്ന് വരും. രുദ്രോ ബഹുശിരാ ബഭ്രു. ആ ബഭ്രു എന്നുള്ള വിസർഗം എന്നായിട്ട് മാറും. ഉ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഉള്ള വിസർഗം അത് എന്നായിട്ട്, ര് എന്നായിട്ട്, എന്നായിട്ട് മാറും. അപ്പം ബഭ്രുർ എന്നാവും. രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനി. അടുത്തത് ശുചി സ്രവാ. അക്ഷരം ശ്രദ്ധിക്കണം. ശാന്നാണ് ശകാരം. ശു ചി സ്ര വാ വിസർഗവും. ശുചി സ്രവാ. അവിടെ സാന്നായി പോവരുത് ഒരു ദിക്കിലും.
ശുചിസ്ര എന്നാണ്, സ്ര എന്നല്ല, ശുചിസ്രവാന്നാവരുത്, ശുചി സ്രവാ എന്നാണ്. ശുചി സ്രവാ, ശുചി. അവിടെ രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് ശുചി എന്നുള്ളതിന്. ഈ സ്രവ എന്നുള്ളതിന് ശ്രവണോ ആയിട്ട് ബന്ധമുള്ള ഒരു പദമാണ് സ്രവ. അതായത് ചെവി എന്ന് തന്നെയാണ് ശ്രവസ്, സ്രവം എന്നൊക്കെ പറഞ്ഞാൽ ചെവികളുള്ള ആള്, സ്രവസ്. ശുചിയായിട്ടുള്ള സ്രവസ്. ശുചി എന്നുള്ളതിന് നല്ല ഭംഗിയുള്ള, ശുചിയുള്ളത്, ഭംഗിയുള്ളത്, മനോഹരമായത് എന്നൊക്കെയുള്ള ഒരർത്ഥമാണ്. അതുമാത്രമല്ല, നല്ല ശുചിയുള്ളതായാൽ അത് വേണ്ട പോലെ പ്രവർത്തിക്കും, കാര്യക്ഷമമായിട്ടുള്ള അങ്ങനെയുള്ള ചെവിയുള്ള ആള്. എല്ലായിടത്തും അവന്റെ ചെവികളുണ്ട് എന്ന് പറയാം. അതായത് എല്ലാം അവൻ അറിയുന്നു, എല്ലാം കേൾക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ചെവികളിലും കേൾക്കുന്നു. ഏത് ചെവിയിലൂടെ ആരെന്ത് കേട്ടാലും അതൊക്കെ എത്തുന്നത് ഒരു ദിക്കിലേക്കാണ്. ശുചിസ്രവസ്. അതായത് പിന്നെ ഇതിന് ഈ ശുചിസ്രവസ് എന്ന് പറയുമ്പോൾ സ്രവസ് എന്നുള്ളതിന് വേറെ ഒരു അർത്ഥം പറയാറുണ്ട്, പേര് എന്നൊരർത്ഥം. അപ്പൊ നല്ല പേരോടുകൂടിയ ആള്, ദിവ്യമായ പവിത്രമായ പേരോടുകൂടിയ ആള്. ഇപ്പോ നല്ല പവിത്രമായിട്ടുള്ള പേരുണ്ടാകുമ്പോൾ ആ ഭക്തന് വിളിക്കാൻ ഒക്കെ വളരെ എളുപ്പമാണ്, നല്ല പേരുകളാകുമ്പോൾ. അങ്ങനെ ധാരാളം പേരുകളുണ്ട്, ഏറ്റവും നല്ല പേരുകൾ ഒക്കെ ഉള്ള ആള്. അതുകൊണ്ടൊക്കെ ഒക്കെ തന്നെ ശുചിസ്രവാ. അപ്പൊ രണ്ടർത്ഥമാണുള്ളത്. എല്ലാം അറിയുന്നവൻ എന്നുള്ളൊരർത്ഥം, നല്ല പേരോടുകൂടിയവൻ എന്നൊരർത്ഥം. അപ്പോ ശുചിസ്രവാ. ഈ ശുചിസ്രവാ, സ്രവാ എന്നുള്ള പദമായതുകൊണ്ട് തന്നെ അതും സകാരാന്തമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ശുചിസ്രവാ എന്നുള്ള സകാരാന്തമാണ്. അപ്പൊ ശുചി സ്രവസേ നമ എന്ന് വരും. ശുചിസ്രവസേ നമ. രുദ്രോ ബഹുശിരാഭ്രുർ വിശ്വയോനി ശുചിസ്രവാ. വിശ്വയോനി എന്ന് കഴിഞ്ഞിട്ടുള്ള വിസർഗം ഈ ശുചിസ്രവാ എന്ന് കൂടുന്ന സമയത്ത് ആ വിസർഗം ഈ ശുചി എന്നുള്ളതിന്റെ കൂടെ ഇരട്ടിച്ച് വന്നിട്ട് ശുചിസ്ര, വിശ്വയോനിശു എന്ന് വരും. വിശ്വയോനിശുചി സ്രവാ എന്ന് വരും. അടുത്തത് അമൃത. അമൃത. മൃത എന്നുള്ള വാക്കിന്റെ നേരെ വിപരീതം. മൃത എന്ന് പറഞ്ഞാൽ മരിച്ചവൻ എന്നാണ്. അമൃത എന്ന് പറഞ്ഞാൽ മരിക്കാത്തവൻ, മരണമില്ലാത്തവൻ, അമരൻ എന്നൊക്കെ പറയും. മാറ്റമില്ലാത്തത്, അങ്ങനെ ഒരർത്ഥമുണ്ട്. മാറ്റമില്ലാത്തയാള്, അനന്തമായത്, ജര ഇല്ലാത്ത, മരിക്കാത്ത, നാശമില്ലാത്ത. പിന്നെ അതുമാത്രമല്ല, ഈ അമൃത് എന്നുള്ളതുണ്ടല്ലോ, നല്ല ആ അമൃതിന്റെ സ്വഭാവത്തോടു കൂടിയ ആള്, അങ്ങനെയും ഒരർത്ഥം പറയാം. ഈ അറിവില്ലായ്മ കൊണ്ടുള്ള രോഗം, അറിവില്ലായ്മ കൊണ്ടുള്ള രോഗം ഉള്ളവർക്ക് അമൃതമായിട്ടുള്ള ആള്, അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ടുള്ള രോഗം, അതിന് പറ്റിയ അമൃത്, അതായിട്ടുള്ള ആള്. പിന്നെ അമൃത് എന്നുള്ളതിന് ഈ മോക്ഷം എന്നൊരർത്ഥം കൂടി പറയാം, അത് ഉണ്ടാക്കുന്നയാള്. ഇത്രയൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് അമൃത എന്നുള്ളത്. അമൃത എന്നുള്ളത് അകാരാന്താണ്. അതുകൊണ്ട് തന്നെ അമൃതായ എന്നുള്ള രൂപം, അമൃതായ നമ എന്നുള്ള രൂപം. അടുത്തത് ശാശ്വത സ്ഥാണു. ശാശ്വത സ്ഥാണു, ശാശ്വത സ്ഥാണു, അത് ഒരുമിച്ച് ഉള്ളൊരു പദമായിട്ട് വരും. ശാശ്വത എന്നും സ്ഥാണു എന്നും ഉള്ള രണ്ട് പദങ്ങൾ ഒരുമിച്ച് വരും. ശാശ്വതൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള എന്നർത്ഥം. സ്ഥാണു എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ ഉറച്ചത് എന്നൊക്കെയുള്ള ഒരർത്ഥമാണ്. ശാശ്വത സ്ഥാണു, ഉറച്ചിട്ടുള്ളതും സ്ഥിരമായിട്ടുള്ളതും എല്ലാ കാലവും ഒരേ സമയത്ത് നിലനിൽക്കുന്ന എന്നുള്ള അർത്ഥം. അനശ്വരമായ അതേ അർത്ഥമൊക്കെ തന്നെയാണ്. ഏത് കാലഘട്ടമായാലും ആ കാലഘട്ടത്തിലൊക്കെ സ്ഥിരമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത്.
അപ്പൊ ശാശ്വത സ്ഥാണു. ഇപ്പൊ രണ്ട് പദങ്ങൾ കൂടിയിട്ടുള്ള ഒരു പദമാണ് ശാശ്വത സ്ഥാണു. അപ്പൊ അത് ശാശ്വത സ്ഥാണു എന്നുള്ളത് ഉകാരാന്താണ്. സ്ഥാണു ഉകാരാന്താണ്. അപ്പൊ അതിന്റെ സ്ഥാണവേ എന്ന് വരും ചതുർത്ഥി. അപ്പൊ ശാശ്വത സ്ഥാണവേ നമ എന്നാണ് രൂപം വരിക. ശാശ്വത സ്ഥാണവേ നമ. അടുത്തത് വരാരോഹ. വരാരോഹ 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 വര ആരോഹ വര ആരോഹ വര ആരോഹ. വരം വരമായത് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് എന്നുള്ളൊരർത്ഥമാണ്. വരേണ്യൻ എന്നൊക്കെ പറയാറില്ലേ? വരനായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വരന്മാരായിട്ടുള്ള ആൾക്കാരിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്നതാണ് വരേണ്യൻ എന്നൊക്കെ പറയാം. വര ആരോഹ. ആരോഹം എന്ന് പറഞ്ഞാൽ കയറ്റം എന്നൊക്കെയുള്ള അർത്ഥമാണ്. കയറ്റം, അതായത് കയറുക എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ അവിടെ എത്തി എന്നർത്ഥം. അപ്പൊ അത് ഒരു ലക്ഷ്യസ്ഥാനമായിട്ട് വരും. എവിടേക്കാണോ കയറേണ്ടത് അവിടെ. അപ്പൊ ശ്രേഷ്ഠമായിട്ടുള്ള ഈ കയറിയിട്ട് എത്തുന്ന സ്ഥലം, ശ്രേഷ്ഠമായിട്ടുള്ള എത്തിപ്പെടേണ്ട സ്ഥലം, അതിൻ്റെ ആള്. വരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം. ഈ സാധാരണ നിലയ്ക്ക് നമ്മുടെ ജീവാത്മാവ് പരമാത്മാവായിട്ടൊക്കെ വരുമ്പോൾ ആ ആത്മാവിൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ അപൂർണമായിട്ടൊന്നും ഉണ്ടാവില്ല, ഒക്കെ പരിപൂർണമായിരിക്കും. സാധാരണ പലതിൽ നിന്നുള്ള മോചനം, ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് എത്തുന്ന സമയത്ത് ശ്രേഷ്ഠമായിട്ടുള്ള പടിയിൽ എത്തുമ്പോഴത്തേക്കും അതൊരു മോചനമാണ്. പലതിൽ നിന്നുള്ള മോചനം, അടിമത്തം. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുമായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പലതുമായിട്ടും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടിരിക്കും. നമ്മളെ ബന്ധിച്ചതാണ്, ഒരു ചങ്ങല പോലെ ബന്ധിച്ചതാണ് ഇന്ദ്രിയങ്ങളെ. ആ ഇന്ദ്രിയങ്ങളുടെ ബന്ധനത്തിൽ നിന്നും ഒരു പടി കയറിപ്പോയാൽ അതിനുള്ള സ്ഥലം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള സ്ഥലം, അതൊക്കെയാണ്. ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള അവസ്ഥ. അതാണ് വരാരോഹ. ശ്രേഷ്ഠമായിട്ടുള്ള ആരോഹണ സ്ഥാനം, വരമായിട്ടുള്ള ആരോഹണ സ്ഥാനം, വരാരോഹണ സ്ഥാനം, അതാണ് വരാരോഹ. അപ്പൊ അവിടെ വരാരോഹായ നമ എന്ന് വരും. വരാരോഹായ നമ എന്നാണ് രൂപം വരിക. വരാരോഹായ നമ. അപ്പോ രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനി ശുചിസ്രവാ അമൃത ശാശ്വത സ്ഥാണു വരാരോഹ. വരാരോഹ എന്നുള്ളത് വരാരോഹായ എന്ന് രൂപം പറഞ്ഞു. അവിടെ ഈ ശ്ലോകമായിട്ട് ചെല്ലുമ്പോൾ വരാരോഹ എന്നുള്ള വിസർഗം ഓകാരായിട്ട് വരാരോഹോ എന്നാവും. പിന്നെ മഹാതപാ. തപാ, മഹാതപാ, അത് സകാരാന്തായിട്ടുള്ള തപസ് എന്നുള്ളതിന്റെ, തപസ് ചെയ്യുന്നയാൾ, അതാണ് തപാ. താപസൻ, തപസ് ചെയ്യുന്നയാളാണ് തപാ. തപ കരോതി ഇതി തപാ. തപ എന്നുള്ളത് നപുംസകലിംഗമായിട്ടുള്ള രൂപമാണ്. അത് പുല്ലിംഗമായിട്ട് വരുമ്പോൾ തപാ, തപസ് ചെയ്യുന്നയാള് എന്നൊക്കെ അർത്ഥം. അപ്പൊ മഹാതപാ, മഹത്തായ തപസ്, മഹത്തായ തപസ്സുകള്. തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള തപസ്സുകളുണ്ട്. അറിവ്, സമൃദ്ധി, ശക്തി, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് എന്തിനെ കൊണ്ടാണ് അറിയുക? ബോധം പൂർവം നമ്മൾ പലതിനെയും അറിയുന്നു. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ആശയം, അതിനെക്കുറിച്ചുള്ള അറിവ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ശരിക്കും അറിവില്ല, എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. എല്ലാ ദേഹങ്ങളിലും എല്ലാ അറിവുകളും, എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ സ്ഥലത്തും, എല്ലായ്പ്പോഴും ഈ അറിവ് എന്നുള്ളത്, അറിവിൻ്റെ ഈ വിഷയങ്ങൾ നമ്മുടെ ബോധമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ
ബോധത്തോടു കൂടി അല്ലാതെ, അതിൻ്റെ സഹായമില്ലാതെ ഇതൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ബോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള അറിവായിട്ട് മാറും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിലാണ് നമുക്കിടെ എല്ലാ അറിവുകളും പ്രകടമാകുക. എല്ലാ നേട്ടങ്ങള്, ഐശ്വര്യങ്ങള്, ശക്തികള്, ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതിന് ഉള്ള വിഷയമായിട്ട് വരുന്നതാണ് തപസ്. അപ്പൊ മഹാതപാ എന്ന് വരും. മഹത്തായിട്ടുള്ള തപസ് ആയിട്ടുള്ളത് തപസ്. ഇപ്പൊ രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനി ശുചിസ്രവാ അമൃത ശാശ്വത സ്ഥാണുർ വരാരോഹോ മഹാതപാ. നമുക്കൊന്ന് ചൊല്ലി പഠിക്കാം. രുദ്രോ ബഹുശിരാ ബഭ്രുർ, രുദ്രോ ബഹുശിരാ ബഭ്രുർ, രുദ്രോ ബഹുശിരാ ബഭ്രുർ, രുദ്രോ ബഹുശിരാ ബഭ്രുർ, വിശ്വയോനി ശുചിസ്രവാ, വിശ്വയോനി ശുചിസ്രവാ, വിശ്വയോനി ശുചിസ്രവാ, വിശ്വയോനി ശുചിസ്രവാ, രുദ്രോ ബഹുശിരാ ബഭ്രുർ, രുദ്രോ ബഹുശിരാ ബഭ്രുർ, വിശ്വയോനി ശുചിസ്രവാ, വിശ്വയോനി ശുചിസ്രവാ, അമൃത ശാശ്വത സ്ഥാണുർ, 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 വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, അമൃത ശാശ്വത സ്ഥാണുർ, അമൃത ശാശ്വത സ്ഥാണുർ, വരാരോഹോ മഹാതപാ, വരാരോഹോ മഹാതപാ, രുദ്രോ ബഹുശിരാ ബഭ്രുർ വിശ്വയോനി ശുചിസ്രവാ അമൃത ശാശ്വത സ്ഥാണുർ വരാരോഹോ മഹാതപാ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. സർവഗ സർവവിദ് ഭാനു വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിദ് കവി. ഇതാണ് വരിക. അപ്പൊ ആദ്യം സർവഗ സർവഗ സർവഗ. ഗ എന്നുള്ള പദം പൊതുവെ ഗമനം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഗമനം. സർവഗ എന്ന് പറയുമ്പോൾ സർവത്ര ഗമനം, എല്ലായിടത്തും ഗമനമുള്ളയാൾ, ഗമനമുള്ളത്, ഗമനമുള്ളയാൾ, എല്ലാ സ്ഥലത്തേക്കും പോകുന്നയാൾ എന്നർത്ഥം. പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലതിലേക്കും വ്യാപിക്കുന്നയാന്നർത്ഥം. എല്ലാത്തിലും വ്യാപിച്ചവൻ എന്നർത്ഥം. അതിൻ്റെ ഫലത്തിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട്. ഓരോന്നും കാരണം എന്നുള്ളത് അതിൻ്റെ ഫലത്തിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട്. അതായത് സ്വർണ്ണാഭരണം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവരും ഒന്ന് മ്യൂട്ടായാലും സൗകര്യമാണ്. മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ.
മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഈ കാരണം എന്നുള്ളത് അതിന്റെ ഫലത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു സ്വർണ്ണ മാല അല്ലെങ്കിൽ ഒരു സ്വർണ്ണ ആഭരണം, എന്തെങ്കിലും ഒരു ആഭരണം, ആ ആഭരണത്തില് സ്വർണം എപ്രകാരമാണോ അതേപോലെ എല്ലാ ആഭരണങ്ങളിലും സ്വർണം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ കാരണം അതിന്റെ ഫലത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ പറഞ്ഞത് സർവഗ എല്ലാ. അതുപോലെ തന്നെ ഈ സമുദ്രത്തിൽ തിരമാലകളുണ്ട്. അപ്പൊ എല്ലാ തിരമാലകളിലും ഉള്ളതൊക്കെ സമുദ്രം തന്നെയാണല്ലോ. സമുദ്രത്തിലെ വെള്ളം തന്നെയാണ് തിരമാലയായിട്ട് മാറുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആ തിരമാലയിൽ സമുദ്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എന്നർത്ഥം. എല്ലാത്തിലും ഉണ്ട്, അതിലും ഉണ്ട്. ഓരോ എന്താണോ അത് എന്തുകൊണ്ട് ഉണ്ടാക്കി അത് അതിലുണ്ടല്ലോ. ഇപ്പൊ ഒരു വസ്ത്രമാണെങ്കിൽ അതില് നൂല് എന്ന് പറയുമ്പോൾ പഞ്ഞി അതിലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ. അപ്പോ നമ്മുടെ ആത്മാവ് ഓരോ പല പല ജീവനായിട്ട് മാറുന്നതിലൊക്കെ ആ ആത്മാവിന്റെ സ്വാധീനം എങ്ങനെയുണ്ട് എന്നുള്ളതിന് അനുസരിച്ചാണ്. അതാണ് സർവഗ എന്നുള്ള രൂപമാണ്. അത് അകാരാന്തമായിട്ടുള്ള രൂപമാണ്. അപ്പൊ അതിന്റെ നാമം വരുമ്പോ സർവഗായ എന്ന് വരും. അപ്പൊ സർവഗായ നമ എന്ന് വരും. പിന്നെ സർവവിദ് ഭാനു അടുത്ത രൂപം. സർവവിദ് ഭാനു എന്നാണ് അടുത്ത രൂപം വരിക. സർവവിദ് ഭാനു. അപ്പൊ അവിടെ സർവവിദ് ഭാനു ഇങ്ങനെ 3 പദങ്ങൾ കൂടിയിട്ടുള്ള ഒരു പദമാണ്. സർവ എന്ന് പറഞ്ഞാൽ എല്ലാ. വിത്ത് എന്നൊക്കെ പറഞ്ഞാല് അറിവ്, പ്രകാശം എന്നൊക്കെയുള്ള അർത്ഥം. വിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്. ഭാനു എന്ന് പറഞ്ഞാല് സൂര്യനാണ്. സൂര്യന്റെ ഗുണം പ്രകാശമുള്ളയാള്. സർവവിദ് ഭാനു. അപ്പോ സാമാന്യമായിട്ട് എല്ലാം അറിഞ്ഞിട്ട് പ്രകാശിക്കുന്നയാള് എന്നൊരു അർത്ഥം പറയാം. സർവവിത്ത് ആയിട്ട് ഭാനു ആയിട്ടുള്ള ആള്, എല്ലാം മനസ്സിലാക്കിയിട്ട് പ്രകാശമായിട്ട് മാറുന്നു എന്ന് ഒരർത്ഥം സാമാന്യമായിട്ട് പറയാം. അപ്പൊ നമ്മുടെയൊക്കെ ബോധത്തിന്റെ പ്രകാശം, എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം, എല്ലാ പ്രകാശം, ആ പ്രകാശങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള പ്രകാശം, അത് ഇരുട്ടിനെ പോലും പ്രകാശിപ്പിക്കും. അറിവില്ലായ്മ എന്നുള്ള ഇരുട്ട്, ആ അറിവില്ലായ്മയെ പോലും അറിവാക്കി മാറ്റും. അങ്ങനെയുള്ള പ്രകാശം അതാണ്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രകാശം കൊണ്ട് തന്നെ ബാക്കിയുള്ളത് മുഴുവൻ പ്രകാശിപ്പിക്കപ്പെടും. ബാക്കിയുള്ളത് മുഴുവൻ വെളിച്ചത്ത് ആവും. അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥമാണ് സർവവിദ് ഭാനു എന്ന് വരിക. സർവവിത്ത് ഭാനു. സർവ എന്ന് പറഞ്ഞാൽ എല്ലാം, വിത്ത് എന്നുള്ളത് അറിവ്, ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നൊരർത്ഥം നമ്മൾ പറയാറുണ്ട്. അപ്പൊ സൂര്യൻ പ്രകാശത്തിന്റെ ആളാണ്. അപ്പോൾ പ്രകാശിക്കുന്ന ആള് എന്നർത്ഥം. സർവവിദ് ഭാനു. ഭാനു എന്നുള്ളത് ഉകാരാന്താണ്. അതുകൊണ്ട് തന്നെ ഭാനവേ എന്നാണ് വരിക. സർവവിദ് ഭാനവേ നമ എന്ന് രൂപം വരും. സർവവിദ് ഭാനു. സർവഗ എന്നുള്ള വിസർഗം സർവവിദ് ഭാനു എന്നുള്ളതിന്റെ കൂടെ കൂടുന്ന സമയത്ത് സർവവിദ് ഭാനു എന്നുള്ളതിന്റെ സകാരം ഇരട്ടിച്ചു വരും. അപ്പോ സർവവിദ് ഭാനു എന്നാവും. സർവവിദ് ഭാനു. അടുത്തത് വിശ്വക്സേന. രൂപം ശ്രദ്ധിക്കണം. വിശ്വക്സേന. അതും അകാരാന്താണ്. വിശ്വക്സേനായ നമ
ആരാണ് വിശ്വക്സേനൻ? വിശ്വക്സേനൻ എന്ന് പറഞ്ഞാൽ ഈ വളരെ ശക്തിയുള്ള ആളാണ്. വിശ്വക്ക് ആയിട്ട് സേനം ആയിട്ടുള്ള ആള്, വളരെ ശക്തമായിട്ടുള്ള സൈന്യം ആരെയാണോ നേരിടുന്നത് അതാണ് വിശ്വക്സേനൻ. ആരെയാണോ അഭിമുഖീകരിക്കുന്നത്, ഏറ്റവും ശക്തനായിട്ടുള്ള ആള്, സർവശക്തനായിട്ടുള്ള ആള്. ഒരു സൈന്യത്തിനും ആരെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല, സർവശക്തനാണ്. ഒരു സൈന്യത്തിനും അവനെ നേരിടാൻ കഴിയില്ല. ശക്തമായ സൈന്യം പോലും ആരെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശക്തമായ സൈന്യം ശക്തിയില്ലാത്ത ഒരാളെയാണ് നേരിടുന്നതെങ്കിൽ ആ ആള് ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഇത് എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പരാജയമില്ലാതെ നിൽക്കുന്ന, ഏത് സൈന്യത്തിനും എപ്പോഴും പരാജയമില്ലാതെ നിൽക്കുന്ന, അവരോട് എതിരിടുന്ന, അപ്പൊ അത്രയും ശക്തനാണ് എന്നുള്ള അർത്ഥത്തിലാണ് വിശ്വക്സേന എന്നുള്ള പ്രയോഗം. ഓം അതായത് വിശ്വക്സേനായ നമ എന്ന് രൂപം വരും. സർവഗ സർവവിദ് ഭാനു, ആ ഭാനു എന്നുള്ളത് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആ വിസർഗം എന്നായിട്ട് മാറും. സർവഗ സർവവിദ് ഭാനുർ വിശ്വക്സേനോ. പിന്നെ വിശ്വക്സേന, സർവഗ സർവവിദ് ഭാനുർ വിശ്വക്സേനോ. സേന എന്നുള്ളത് സേനോന്നാവും. സർവഗ സർവവിദ് ഭാനുർ വിശ്വക്സേനോ. പിന്നെ അടുത്തത് ജനാർദ്ദന. ജന അർദ്ദന. ജന രണ്ട് പദങ്ങളാണ്, ജന എന്നുള്ള പദം, അർദ്ദന എന്നുള്ള പദം. ജനം എന്ന് പറഞ്ഞാൽ ജനിച്ച ആളൊക്കെ ജനം ആണ്. അർദ്ദനം എന്ന് പറഞ്ഞാല് അർദ്ധയതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്രിയാപദമാണ്. അത് ആ അർദ്ധയതി എന്നുള്ളതിന് രണ്ടർത്ഥം പറയാറുണ്ട്, രണ്ട് തരത്തിലുള്ള അർത്ഥം. ദുഃഖം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, ഈ രണ്ടർത്ഥവും പറയാറുണ്ട്. ദുഷ്ടന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് കൊടുക്കുക. അതാണ് ദുഃഖവും കൊടുക്കും സന്തോഷവും കൊടുക്കും എന്ന് പറഞ്ഞാല് നല്ല ആൾക്കാർക്ക് സന്തോഷം കൊടുക്കും, ദുഷ്ടന്മാർക്ക് ദുഃഖം കൊടുക്കും. അങ്ങനെ രണ്ടിനും പറ്റിയ ആള് എന്നർത്ഥം. അർദ്ധയതി. അപ്പൊ ജനിച്ച ആൾക്കാർക്ക് ഒക്കെ അർദ്ധനം കൊടുക്കുന്നയാള്. ആ ജനിച്ച ആൾക്കാർക്ക് അവരവർക്ക് യോജിച്ച രീതിയിൽ അർദ്ധനം കൊടുക്കുന്നയാള്. ദുഃഖമാണെങ്കിൽ ദുഃഖം, സന്തോഷമാണെങ്കിൽ സന്തോഷം, അത് കൊടുക്കുന്നയാള് എന്നർത്ഥം. അതായത് ഈ പറഞ്ഞതിന്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ട സന്തോഷം, സമാധാനം ഇതൊക്കെ കൊടുക്കുന്നയാളാണ് ജനാർദ്ദനൻ എന്ന് പറയാം. വിശ്വക്സേന, ജനാർദ്ദന. ഇപ്പൊ ജനാർദ്ദന എന്നുള്ളതും അകാരാന്താണ്. ഇപ്പൊ ജനാർദ്ദനായ എന്ന് വരും. ഇപ്പൊ ജനാർദ്ദനായ നമ എന്ന് വരും. സർവഗ സർവവിദ് ഭാനുർ വിശ്വക്സേനോ ജനാർദ്ദന. അടുത്തത് വേദ. വേദ എന്നുള്ള വാക്കിന്, വേദം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അറിവ് എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് വേദം എന്നുള്ളത് പറയാം. അപ്പോൾ വേദ എന്ന് പറഞ്ഞാല് അറിവ് നൽകുന്നയാള് എന്നൊരർത്ഥം. ശരിയായ വിഷയം എന്താണോ അതിൽ അറിവുള്ളയാള്, ആ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നയാള്. ഒരാൾക്ക് അറിവില്ലാത്ത ഒരാൾക്ക് ശരിയായ അറിവിനെ കൊടുക്കുന്നയാള് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ ഭഗവാനെയാണ് പൊതുവെ എല്ലാ അറിവുകളുടെയും കേന്ദ്രമായിട്ടൊക്കെ പറയുക. അത് ആ ശരിയായിട്ടുള്ള വസ്തുത എന്താണോ അതാണ് അറിവ്, അതായിട്ടുള്ളയാൾ. അപ്പോൾ വേദ അറിവ് ഉള്ളയാൾ എന്നർത്ഥം. അറിവുള്ളയാള്, അറിവ് കൊടുക്കുന്നയാള്, അറിവ് കൊടുക്കാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുന്നയാള്, ഇതൊക്കെയാണ് വേദ എന്നുള്ള വാക്ക് കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ വേദ എന്നുള്ളത് വേദോ
പിന്നെ വേദവിത്ത്, വേദ എന്നും വേദവിത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമാണ്. എന്തായാലും വേദ എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് ഏകദേശം വേദവിത്ത് എന്നുള്ളതിനും വരിക. അപ്പൊ വേദവിത്ത് എന്ന് പറഞ്ഞാൽ വേദം വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാല് മലയാളത്തിലുള്ള വിത്തല്ല, അറിവ്. വിത്ത് എന്ന് പറഞ്ഞാൽ അറിവുള്ളയാൾ. അത് ക്രിയാപദമായിട്ട് വരുമ്പോൾ അറിവിനെ, അറിവ് ഉള്ളതിനെ മനസ്സിലാക്കുന്നയാൾ, വേദവിത്ത്. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ്. ആ വേദത്തെ അറിയുന്നയാൾ. വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. ആ അറിവിനെ മനസ്സിലാക്കിയാണ്. അങ്ങനെ ഒരാൾ ആരാണുള്ളത്? ഭഗവാൻ മാത്രമാണ്. അതില്ലാതെ, ഭഗവാനില്ലാതെ ഒരു വേദവും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല, ഒരറിവും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ വേദങ്ങളുടെയൊക്കെ സമഗ്രമായിട്ടുള്ള വ്യാഖ്യാനം, ഏറ്റവും ഉറപ്പുള്ളതായിട്ടുള്ള, അതൊക്കെ ആ മഹാവിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതൊക്കെ കാണുക എവിടെയാണ്? നിശ്ചലമായ മനസ്സിലാണ് ഇതൊക്കെ കാണാൻ കഴിയുക എന്നാണ് പറയുക. നിശ്ചലമായിട്ടുള്ള മനസ്സിലാണ് അറിവുണ്ടാവുക. അപ്പൊ വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒക്കെ രചയിതാവ് ഞാനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഭഗവാൻ. അത് തന്നെയാണ് വേദാന്തം, അതിൻ്റെയൊക്കെ രചയിതാവ്. വേദവിത്ത്, വേദം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന വേദം, അത് അറിവാണ്. ആ അറിവിനെ മനസ്സിലാക്കിയാണ്. അറിവ് എന്നുള്ള വിഷയം അതിന് മനസ്സിലാക്കിയാണ് വേദവിത്ത്. ഒന്ന്, വേദം എന്ന് പറഞ്ഞ വാക്കിന് അറിവ് തന്നെയാണ് അർത്ഥം. അപ്പൊ വേദ എന്നുള്ള വാക്കിന് അറിവ് ഉള്ളയാൾ, അറിവിനെ നേടിയയാൾ. അങ്ങനെ രണ്ടർത്ഥതും ഏതായാലും ഇതൊക്കെ ഒരേ അർത്ഥമായിട്ട് ഏതാണ്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അത് പല തരത്തിൽ പ്രയോഗിക്കുന്നതാണ് എന്ന് മാത്രം. അപ്പം വേദോ വേദവിത്ത്, വേദോ വേദ എന്നുള്ളത് വേദോന്നായി. അപ്പോൾ വേദോ വേദവിത്ത്, വേദോ വേദവിത്. അടുത്തത് അവ്യംഗ. അവ്യംഗ, അവ്യംഗ എന്ന് പറഞ്ഞാൽ എന്താ? വ്യംഗൻ അല്ലാത്ത, അവ്യംഗൻ. വ്യംഗൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമല്ലാത്ത അവസ്ഥയാണ്, അപൂർണമായിട്ടുള്ള അവസ്ഥയാണ്. അത് അല്ലാത്ത, അപൂർണനല്ലാത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണനായിട്ടുള്ള ആള്. പൂർണ്ണനല്ലാത്തയാള് എന്ന് പറയുമ്പോൾ അപൂർണൻ, അപൂർണനല്ലാത്തയാൾ ആണ്. അപൂർണനല്ലാത്ത ആൾ, അത് പൂർണ്ണനായിട്ട് തന്നെ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നിഷേധത്തെ നിഷേധിച്ചുകൊണ്ട് ഉള്ള പ്രയോഗമാണ്. നിഷേധത്തെ നിഷേധിച്ചുകൊണ്ട്, സർവപൂർണൻ എന്നർത്ഥം. അപ്പോൾ അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൂടുകയാണ് ചെയ്യുക. ലേശം കൂടിയും അർത്ഥം ഗാംഭീര്യമാണ് വരിക. അതുപോലെ തന്നെ അവ്യംഗ, വ്യംഗ എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നൊരർത്ഥമുണ്ട്. വ്യക്തി, ഈ വ്യക്തി ആരാണ്? വ്യക്തി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യക്തമാകുന്നയാളാണ് വ്യക്തി. ഒരാളെ എനിക്ക് മനസ്സിലായി, ആ ആളെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് വ്യക്തിയാണ്. ആ വ്യക്തി അല്ലാത്തയാളാണ് അവ്യക്തി, അവ്യക്തത, അവ്യംഗ. അപ്പോൾ ഒരിക്കലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തയാള് എന്നുള്ള അർത്ഥത്തിലും കൂടെ അവ്യക്തത എന്നുള്ള പദം പ്രയോഗിക്കാം. അപ്പൊ വേദോ വേദവിദ് അവ്യംഗ, വേദവിദ് അവ്യംഗ, വേദവിദ് അവ്യംഗ, വേദോ വേദവിദ് അവ്യംഗ. അവ്യംഗ എന്നുള്ളത് അവ്യംഗോ എന്നായി. അപ്പൊ അവിടെ അവ്യംഗ എന്നുള്ളത് അവ്യംഗായ എന്ന് വരും. വേദോ വേദവിദ് അവ്യംഗ, അത് അവ്യംഗോ എന്നായി. വേദോ വേദവിദ് അവ്യംഗോ. വേദ എന്നുള്ളത് വേദ, പിന്നെ വേദവിദ്. വേദവിദ് എന്നുള്ളത് തകാരാന്തായിട്ടുള്ള രൂപമാണ്. വേദവിദ്, വേദവിദൗ, വേദവിദ. അപ്പോൾ അതിനെ ചതുർത്ഥി വരിക വേദവിദേ എന്നുള്ള രൂപമാണ് വരിക. വേദവിദേ. വേദ എന്നുള്ളത് വേദായ എന്ന് വരും. വേദവിത്ത്, വേദവിദ് എന്നൊക്കെ ഉള്ളത് വേദവിദേ നമ എന്ന് വരും. വേദോ വേദവിദ് അവ്യംഗ.
അവ്യംഗ എന്നുള്ളത് അവ്യങ്കായ എന്ന് വരും. വേദോ വേദവിദ് അവ്യങ്കോ. പിന്നെ അടുത്തത് വേദവേദവ്യങ്കോ. വേദാംഗ. വേദാംഗ എന്നാണ് അടുത്ത പദം. അപ്പോൾ വേദാംഗം എന്ന് നമ്മൾ സാധാരണ വേദവും വേദാംഗങ്ങളും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വേദം അംഗമായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥം. വേദങ്ങൾ തന്നെ അവയവമായിട്ടുള്ള, അറിവ് കൊണ്ടുള്ള അവയവങ്ങൾ. ശരീരത്തിന് അവയവങ്ങൾ ഉണ്ടെങ്കിൽ ആ അവയവങ്ങൾ മുഴുവൻ വേദമായിട്ടുള്ള ആള്, അറിവ് ആകുന്ന അവയവത്തോടു കൂടിയാണ്. അതാണ് വേദവിത്. വേദോ വേദവിത് അവ്യങ്കോ. വേദോ വേദാംഗ. വേദോ വേദവിദ് അവ്യങ്കോ വേദാംഗ. വേദാംഗ. വേദങ്ങൾ തന്നെ അവയവമായിട്ടുള്ള, വേദങ്ങൾ തന്നെ അംഗങ്ങളായിട്ടുള്ള. വേദോ വേദവിദ് അവ്യങ്കോ വേദാംഗോ അല്ലെ. അടുത്തത് വേദാംഗോ വേദവിദ്. വേദാംഗ. വേദവിദ്. അടുത്തത് വേദവിദ്. വേദോ വേദവിദ് അവ്യങ്ക വേദാംഗ വേദവിദ്. പിന്നെ ഒരു വേദവിദും കൂടി വരുന്നുണ്ട്. 2 പ്രാവശ്യം വേദവിദ് ആവർത്തിച്ച് വരുന്നുണ്ട്. ഇപ്പൊ വേദവിദ് അവിടെ 2 തരത്തില്, ഈ രണ്ടും 2 തരത്തിലുള്ള അർത്ഥങ്ങളാണ്. ഇപ്പൊ ഏത് എന്നുള്ളതല്ല, ഒന്ന് ഈ ഒരർത്ഥം, മറ്റേത് മറ്റേ അർത്ഥം, അങ്ങനെ മാത്രം കൂട്ടിയാൽ മതി. ഇപ്പൊ വേദവിദ് എന്നുള്ളതിന്റെ 2ാമത്തെ തരത്തിലുള്ള അർത്ഥം വരുമ്പോൾ വേദത്തെ കുറിച്ച് ധ്യാനിക്കുന്നയാള് എന്നൊരർത്ഥം. വേദത്തെക്കുറിച്ച് വിചാരിക്കുന്നയാള്, വിചാരണ ചർച്ചകൾ ഒക്കെ ചെയ്യുന്നയാള്. സൂക്ഷ്മമായിട്ടുള്ള അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ആ ആശയം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ വാക്കിന്റെ അർത്ഥത്തിന് ചിലപ്പം പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അതുമായിട്ട് ധ്യാനിച്ചാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ വേദവിദ് എന്നുള്ള കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥം അവിടെ വരും. അപ്പോൾ അവിടെയും വേദവിദ് എന്നുള്ളതിന് വേദവിദേ എന്ന് തന്നെയാണ് രൂപം വരിക. വേദോ വേദവിദവ്യങ്കോ വേദാംഗ എന്നുള്ളത് വേദാംഗോ എന്നായി. വേദവിദ്. അടുത്ത് വേദവിത്ത്. പിന്നെ കവി എന്നുള്ള അർത്ഥം. കവി. കവി എന്നുള്ളത് ഇകാരാന്തമാണ്. ഇപ്പൊ കവയേ എന്ന് വരും. കവയേ നമ എന്ന് വരും. വേദവിത്ത് കവി. ഈ കവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കവിത്വം എന്നൊക്കെ പറഞ്ഞാൽ ഈ കാഴ്ചപ്പാട് ഉള്ളയാള് ആണ് കവി. കാഴ്ചപ്പാടുള്ളയാൾ. കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് ഈ പലതിനെയും കാണുന്നയാൾ, അതാണ് കവി. സാധാരണ ഒരു കാര്യം കാണുന്ന സമയത്ത് സാമാന്യ ജനങ്ങള് മനസ്സിലാക്കുന്ന ഒരർത്ഥമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അർത്ഥത്തെ കണ്ടെത്തുന്ന ആളാണ് കവി. അങ്ങനെയുള്ള ആളാണ്. വിശേഷമായിട്ടുള്ള ധാരണയോടുകൂടിയ ആള്, വിശേഷമായിട്ടുള്ള ദർശനത്തെ ഉള്ളയാള്, വ്യത്യസ്തമായ. അപ്പൊ അങ്ങനെ ഉള്ള ആളാണ് കവി. നമ്മൾ സാധാരണ പറയുന്ന കവി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങൾ അതും അങ്ങനെ തന്നെയാണല്ലോ. എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതിനെ വേറൊരു കോണിൽ കൂടെ കാണുന്ന അർത്ഥത്തിൽ, ആ അർത്ഥം തന്നെയാണ് കവി. ഇപ്പൊ വേദോ വേദവിദ. കവി എന്നുള്ളത് ഇകാരാന്താണ്. ഇപ്പൊ കവയേ എന്ന് വരും. അപ്പൊ വേദോ വേദവിദവ്യങ്കോ വേദാംഗോ വേദവിദ് കവി. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. വേദോ വേദവിദവ്യങ്കോ വേദോ വേദവിദവ്യങ്കോ വേദാംഗോ വേദവിദ് കവി. അപ്പൊ അതിന്റെ തുടക്കം മുതൽ സർവഗ സർവവിദ് ഭാനു. സർവഗ സർവവിദ് ഭാനു. വിശ്വക്സേനോ ജനാർദ്ദന. ജനാർദ്ദന. വിശ്വക്സേനോ ജനാർദ്ദന. വിശ്വക്സേനോ ജനാർദ്ദന. ജനാർദ്ദന.
സർവഗ സർവവിദ്ഭാനു സർവഗ സർവവിദ്ഭാനു വിശ്വക്സേനോ ജനാർദ്ദന. വിശ്വക്സേനോ ജനാർദ്ദന. സർവവിദ്ഭാനു എന്ന് കഴിഞ്ഞിട്ട് ആ വിസർഗം അപ്പൊ സർവഗ സർവവിദ്ഭാനുർ വിശ്വക്സേനോ ജനാർദ്ദന. വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി. വേദാംഗോ വേദവിത്കവി. വേദാംഗോ വേദവിത്കവി. വേദാംഗോ വേദവിത്കവി. വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി. വേദാംഗോ വേദവിത്കവി. സർവഗ സർവവിദ്ഭാനു സർവഗ വിശ്വക്സേനോ ജനാർദ്ദന. വിശ്വക്സേനോ ജനാർദ്ദന. വേദോ വേദവിദവ്യംഗോ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി. സർവഗ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദന. വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി. സർവഗ സർവവിദ്. ഇനിയിപ്പോ ഈ രണ്ടും കൂടി ഇന്നിപ്പോ നമ്മൾ പഠിച്ച രണ്ട് ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. കൂടെ ശബ്ദമില്ലാതെ എല്ലാവരും ചൊല്ലിയാൽ മതി. രുദ്രോ ബഹുശിരാവഭ്രുർവിശ്വയോനിശുചിസ്രവാ അമൃതശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാ. സർവഗ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദന. വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചൊല്ലിയിട്ട് നിർത്താം. രണ്ട് ശ്ലോകങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചത്. അപ്പം ഇനി ഓരോരോ ശ്ലോകങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു വരണം. അപ്പോൾ ഇതങ്ങ് നിർത്താം.